ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ സവാള വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ഉള്ളി ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാം, ഒരു തീയൽ പോലെ തന്നെ. അപ്പോൾ അതിനൊരു 1 കപ്പ് കോക്കനട്ട് എടുത്തു. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ടേമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ഞാൻ 3 ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സവാള തന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നവരെ. ഇത് നമുക്ക് ഈ നാളികേരം ഒന്ന് മിക്സിയിൽ ഓടിച്ചിരുന്നെങ്കിൽ ഈവനായിട്ട് കിട്ടിയേനെ. അത് ഞാൻ ചെയ്തില്ല, അപ്പോൾ അത് കാരണം വലിയ വലിയ പീസസ് അവിടെ കിടക്കുന്നുണ്ട്. സമയമെടുക്കും നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റായിട്ട് കിട്ടാൻ. അപ്പോൾ എളുപ്പത്തിന് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ഓടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഒന്ന് ബ്രൗൺ ആയപ്പോൾ ഞാനൊരു 1.5 സ്പൂൺ നമ്മുടെ കൊറിയാൻഡർ പൗഡറും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണയ്ക്ക് പോയി കിട്ടട്ടെ. ഇനി ഇത് കൂളായ ശേഷം നല്ല പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീച്ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വലിയ ഉള്ളി, 2 പച്ചമുളക് കീറിയത്, പിന്നെ കരിവേപ്പില, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. നമ്മുടെ ഈ സവാളയ്ക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ തിൻ സ്ലൈസായിട്ടാണ് നമ്മുടെ സവാള കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വെജിറ്റബിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്, ഒരു പുളിക്കറി. ഇപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് വറുത്ത് കഴിഞ്ഞു, അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട്. നമ്മുടെ സവാള ഇങ്ങനെ വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിക്കനുസരിച്ച് ചെറിയ നെല്ലിക്ക വലുപ്പത്തിനാണ് എടുത്തിരുന്നത്. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വെജിറ്റബിൾ ഇല്ലെങ്കിൽ ഒരു കറി. ഇപ്പോൾ നാളികേരം വറുത്തരച്ചത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കടന്നിട്ട് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ സവാള അങ്ങനെ നല്ലപോലെ കുക്കായി കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പുളിയുള്ള ഉള്ളിക്കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉച്ചയൂണിന് ഉണ്ടാക്കിയത്. നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്തത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.